വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ സമയമായിട്ട് ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോ വീഡിയോ ഓൺ ആക്കിയാലും അപ്പൊ ഇവിടുന്ന് കോഴി കരയും, കാക്ക കരയും, എന്തൊക്കെ നോയിസ് ആണോ ഇവിടെ ഉണ്ടാവുക അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരത്തൊക്കെ ഇപ്പൊ വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ മിണ്ടാണ്ടിരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. എന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. ഇതായിരുന്നു എന്റെ ആദ്യത്തെ ഒരു മുമ്പ് ഇങ്ങനെയായിരുന്നു. ഇപ്പോ ഇങ്ങനെയായി അല്ലെങ്കിൽ ഇങ്ങനെയായി എന്നുള്ളതാണ്. അപ്പോ ഒരുപാട് ചേഞ്ചസ് എനിക്കുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഈ ഒരു രൂപത്തിൽ നിന്നും ഞാൻ ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ എനിക്കും തോന്നുന്നത്. അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് അല്ലെങ്കിൽ ഇത്രയും മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് നമ്മൾ അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതൊക്കെ പറയും, നമ്മൾ വായിക്കും. ശരിയാണ്, നമ്മുടെ ഇംപെർഫെക്ഷൻസ് അങ്ങനെ നമ്മൾ വിചാരിക്കും. നമ്മൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ് എന്ന് വിചാരിക്കണം. പക്ഷെ നമ്മളുണ്ടല്ലോ കുറെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നില്ലേ കുറച്ച് ചേഞ്ച് ഒക്കെ വേണം, അങ്ങനെ നമുക്ക് തോന്നില്ലേ? മനുഷ്യന്മാരിൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ മുമ്പൊക്കെ, അതായത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു, ഭയങ്കര തിന്നായിരുന്നു. ഹൈറ്റ് കൂടി ഉള്ളത് കാരണം മെലിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഈ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവരും ചോദിക്കും, ഈ കുട്ടിക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഈ കുട്ടിക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ. ഇത് കേട്ട് മടുത്തു കേട്ടോ. അതായത് ഇപ്പൊ ചില ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ചില ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടും, നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. നമുക്കിന്ന് മടുക്കില്ല കേട്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, അയ്യോ ഇത്രയും മെലിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. അവര് വളരെ എന്താ പറയാ, അങ്ങനെ മറ്റുള്ളവർക്കാണ് സങ്കടം നമ്മളെ കാണുമ്പോ. അപ്പൊ അത് കേൾക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. ഇപ്പത്തെ ഞാനാണെങ്കിൽ സങ്കടപ്പെടൂല, പക്ഷെ അന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കേട്ട സമയത്ത് ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിൽ, എനിക്ക് എന്തായാലും തടിക്കണമേ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഭക്ഷണം കഴിച്ചാലേ തടിക്കും. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നത് കുറവായിരുന്നു, പക്ഷെ എനിക്ക് തടിക്കും വേണം, അതായിരുന്നു എന്റെ ആവശ്യം. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതെ, ഈ വെജിറ്റബിൾസ് ഒന്നും ഞാൻ കഴിക്കില്ല. അതിപ്പോ ഭക്ഷണം ചോറൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ എനിക്ക് പൊതുവെ നോൺ വെജിനേക്കാളും ഇഷ്ടം വെജാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്നല്ല, അത്യാവശ്യം നന്നായിട്ട് നോൺ വെജ് കഴിക്കും. പക്ഷെ എന്നാലും പൊതുവെ എനിക്ക് ഒരു ദിവസമൊക്കെ ഇപ്പൊ ഇന്ന് ഞാൻ നോൺ വെജ് കഴിച്ചാൽ എനിക്ക് നാളെ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും ഞാൻ ഓക്കെയാണ്. അപ്പോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ഈ ചോറിന് നമ്മൾ കറിയൊക്കെ ഒഴിക്കുന്ന സമയത്ത് അതിലെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഈ കറി മാത്രം കഴിക്കും. പിന്നെ അതടിക്കോ ചോറ് അധികം കഴിക്കണ്ടായിരുന്നില്ല. എല്ലാം ഭയങ്കര ലിമിറ്റഡ്, അതും കറക്റ്റ് സമയത്തൊന്നും അല്ല കഴിക്കുക. പിന്നെ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഞാൻ തൊടുകയുണ്ടായിരുന്നില്ല. ഒരു 10 രൂപയുടെ മാ എന്ന് പറഞ്ഞ കുപ്പിയില്ലേ, 10 രൂപയുടെ കുപ്പി, അവരുടെ ഫ്രൂട്ടി, ആ ബോട്ടിൽ വെള്ളമായിരുന്നു. ഞാൻ കോളേജിന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഞാൻ കോളേജിൽ കൊണ്ടുവരുന്നത് അവിടെ. എനിക്ക് മോർണിംഗ് അതിൽ എത്ര 10 രൂപയുടെ ആ ഒരു ബോട്ടില്, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് അതിലുള്ള വെള്ളമാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വെള്ളം എത്തുന്നില്ല, ബോഡി ഒട്ടും ഹൈഡ്രേറ്റഡ് അല്ല. അപ്പൊ ഇങ്ങനത്തെ പല സംഭവങ്ങളുള്ള കാരണം എനിക്കില്ലാത്ത അസുഖം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബോഡി ഭയങ്കരമായിട്ട് ശോഷിച്ച് പോവായിരുന്നു. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് എനിക്ക് എങ്ങനെ തടിക്കണം തോന്നിയ സമയത്ത് അന്ന് തടിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഞാൻ കുറച്ച് മടിച്ചായതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ മടിയാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം വരണം, എനിക്ക് തടിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. കുറച്ച് മാറ്റത്തെ അറേഞ്ച് ചെയ്യാന്നൊക്കെ ഭക്ഷണത്തിലൊക്കെ ചെറിയ മാറ്റം വരുത്താൻ തുടങ്ങി.
ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല അടിപൊളി ഹാപ്പി ആയിട്ടൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അത്യാവശ്യം പൊട്ടി അങ്ങനെയല്ല കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണല്ലോ പോവുക. നമ്മൾ ഇതിട്ട് ഇറങ്ങിയ ഫംഗ്ഷൻ എത്തുമ്പോ ഏതെങ്കിലും ഒരു റിലേറ്റീവ് ഉറപ്പായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും, എന്താ ഇത് പിന്നെയും ക്ഷീണിച്ചല്ലോ. ഇത് കേൾക്കുമ്പോ ഇവിടെ ഭയങ്കര ഒരു വേദനയായിരുന്നു അന്ന്. ഓക്കെ, എന്നെ അവിടൊക്കെ എന്റെ വിശ്വാസം എന്താണെന്നറിയോ, ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ചൊക്കെ തടിച്ചു എന്നൊക്കെ രീതിയിലാണ്, ഞാൻ കുറച്ച് ബെറ്റർ ആണെന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ ഫിക്സ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഇത് കേൾക്കുക. ഭയങ്കര എന്താ പറയാ, നമുക്ക് ഡെസ്പ് ആവാൻ അനുഭവം. അന്നൊക്കെ അത് മതിയായിരുന്നുണ്ട്. ഇപ്പോഴില്ലേ ഞാനൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി എനിക്കിപ്പോ അങ്ങനെയൊന്നും പെട്ടെന്ന് കേൾക്കുമ്പോ അങ്ങനെ എഫക്റ്റ് ആവില്ല ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കത് ചില ബോധർ ചെയ്യേണ്ടത് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ആണല്ലേ എന്ന് ചോദിച്ചിട്ട് പോകും. പണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സങ്കടപ്പെടാൻ നിന്ന് കൊടുക്കുമായിരുന്നു. അപ്പം പിന്നെ മാത്രമല്ല നമ്മളെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു സമയത്തിന്റെ പ്രശ്നമാണെന്നല്ല, ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ മറ്റുള്ളവരായിട്ട് കമ്പാരിസൺ ഭയങ്കരമായിരുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു 17, 18 അല്ലെങ്കിൽ 15, 16 വയസ്സുള്ള ഒരു കുട്ടി കുറച്ചുകൂടി കാലം മുമ്പാകുമ്പോൾ എന്തായാലും സങ്കടം വരുമല്ലോ. ഓഫ് കോഴ്സ് സങ്കടം വരും. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ആയി. അപ്പൊ എനിക്ക് മനസ്സിൽ ഞാൻ വിചാരിച്ചു എനിക്ക് തടിക്കണം. അത് ഇവരൊന്നും സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു തടിക്കണം എന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ലേ വിചാരിക്കും. ഇപ്പൊ അങ്ങനെ ഒരാൾക്ക് പറഞ്ഞ് എന്റെ ക്യാരക്ടർ ഒന്നും മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. അതെങ്കിൽ ലോകം മൊത്തം എന്റെ മുന്നിൽ എന്ന് പറഞ്ഞാലും ഞാൻ മാറില്ല. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്ന് എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ മതിയെന്നായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ഫുഡ് പാറ്റേൺസ് ഒക്കെ ഒന്ന് മാറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മുടെ മലയാളീസിന്റെ ഒരു ബോഡി പ്രകൃതം വെച്ചിട്ട് എത്രമാത്രം ചോറ് കഴിക്കുന്നോ അത്രമാത്രം നമ്മൾ തടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ പഴയ ആളുകളൊക്കെ ഇങ്ങനെ അമ്മമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറൊക്കെ കഴിച്ചാൽ ഭയങ്കരമായിട്ട് തടിക്കുമല്ലേ. അപ്പൊ എനിക്കാണെങ്കിൽ ചോറ് അന്ന് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പൊ എന്നിട്ട് ഞാൻ രാവിലെ തലേന്നത്തെ ചോറ് അമ്മേനോട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ പഴയഞ്ചോറൊക്കെ ഇന്ന് രാവിലെ 2 മാസത്തോളം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചോറ് കഴിച്ചു. അതായത് നമ്മള് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതിന് പകരം ഞാൻ കഴിച്ചത് ചോറായിരുന്നു. 2 മാസം ഞാൻ അടുപ്പിച്ച് ചോറ് കഴിച്ചു. അപ്പൊ ഞാൻ വെയിറ്റ് ഒക്കെ നോക്കും കേട്ടോ, ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ അതിൽ ഞാൻ ചെയ്തിരുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരാമുളക് ഇല്ല, അതെനിക്ക് ആര് പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ചീരാമുളകും കൂടി ഇങ്ങനെ എന്താ പറയാ പഴയഞ്ചോറിൽ ഇങ്ങനെ അത് കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ തടിക്കുന്നു ആരോ പറഞ്ഞു. അങ്ങനത്തെ ഒരു അബദ്ധം ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറഞ്ഞ് നമ്മുടെ ഉള്ള ഫാറ്റും കൂടി കുറയുക ചെയ്യുക ചീരാമുളക് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്താൽ. അത് ഞാൻ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി മെലിഞ്ഞു പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സംഭവം. അതിനുശേഷം ഞാൻ അത് അങ്ങ് ഒഴിവാക്കി. പിന്നെ ആരോ പറഞ്ഞു ഈ ചോറിന്റെ കൂടെ വെറും ചോറ് രാവിലെ ഈ പഴയ ചോറും തൈരും കൂടി മിക്സ് ചെയ്ത്, ഞാൻ ഇതൊക്കെ എനിക്ക് ഇഷ്ടമേ അല്ല, പക്ഷെ എന്നാലും തടിക്കണല്ലോ, അതാണല്ലോ നമ്മുടെ എയിം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ ചോറും തൈരും ഭയങ്കരമായിട്ട് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പൊക്കെ, പിന്നെ +2 അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് രാവിലെ എന്നൊരു റൊട്ടീനാക്കി മാറ്റിയത്. രാവിലെ എന്നും ഇത് കഴിച്ചിട്ടാണ് ഞാൻ പോവുക. അപ്പൊ തൈര് കഴിക്കുമ്പോൾ പെട്ടെന്ന് വിശക്കും, അപ്പൊ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതൊക്കെയാണ്. ഉച്ചയ്ക്ക് അമ്മ ടിഫിൻ ബോക്സിൽ ഉണ്ടാക്കി തരുന്ന ചോറ് എനിക്കായിരുന്നു കഴിച്ചത്. പക്ഷെ രാവിലെ ഈ ഒരു ചോറ് കഴിച്ചിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3-4 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടും ചിലപ്പോൾ എനിക്ക് ഇറങ്ങില്ല എന്നാൽ പോലും ഞാൻ രാവിലെ ഇത് തന്നെ കഴിച്ചിട്ടാ പോവാ. അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ തടിക്കില്ല, എന്റെ ഒരു പ്രകൃതം എങ്ങനെയാണ്. അപ്പൊ പിന്നെയും നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് മനസ്സൊക്കെ ഫിക്സ് എന്താ പറയാ, ഇനി ആര് പറഞ്ഞാലും ഞാൻ എങ്ങനെയായിരിക്കണം, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോകുമ്പോ ഇങ്ങനെയൊക്കെ മനസ്സിൽ ഫിക്സ് ചെയ്യൂട്ടോ. ഇവരിങ്ങനെ ചോദിക്കുന്നവരടുത്ത് ഇങ്ങനെ പറയണം എന്നൊക്കെ. പിന്നെ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് സങ്കടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും തടിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ഒരു കല്യാണത്തിന് പോയ സമയത്ത് ഒരു ചേച്ചിനോട് ചോദിച്ചു, നിന്റെ അമ്മയും അച്ഛനൊക്കെ നല്ല തടിയുണ്ടല്ലോ, അന്ന് എന്റെ അനിയ നല്ല കുണ്ടുമണിയായിരുന്നു, അവൻ നീ എന്താ ഇങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് പിന്നെയും സങ്കടമായി. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചില്, ബുദ്ധിയില്ലല്ലോ, അപ്പൊ ഭയങ്കരമായിട്ട് കരഞ്ഞ് അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തു. അതായത് നമ്മൾക്ക് ഒരു എയിം സെറ്റ് ഉണ്ടാവില്ല, ഞാൻ തടിച്ചിരിക്കും, അത് ഇപ്പൊ ഇരിക്കുന്ന വെയിറ്റ് ഒരു 10 കിലോ എങ്കിലും കൂട്ടി. അന്ന് എന്റെ വെയിറ്റ് അല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, 39 കിലോ, 40 കഷ്ടിച്ച് 45 വരെയൊക്കെ ഞാൻ എത്തുള്ളായിരുന്നു. ഓക്കെ, അധികം തടിക്കുന്ന അല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ 45. പക്ഷെ അത് വെയിറ്റിൽ മാത്രം വരുന്ന മാറ്റാണ്, എന്റെ ബോഡിയിൽ അത് കാണാനും ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു.
അപ്പൊ ഞാൻ എന്തായാലും 10 കിലോയെങ്കിലും ഞാൻ കൂട്ടിയിട്ട് ഇറങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ മീൻസ് പഴയ ചോറൊക്കെ ഒഴിവാക്കി രാവിലെ എന്ത് ചെയ്യും, ചോറ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചോറ് കഴിക്കും. ചോറിന് കറി നമ്മുടെ എന്താണോ ഉള്ളത് അത്. ഉച്ചയ്ക്ക് ഞാൻ ചോറ്. വൈകുന്നേരം എഗ്ഗ് അല്ലെങ്കിൽ നമ്മുടെ പഴം ഉണ്ടാവുമല്ലോ, നേന്ത്രപ്പഴത്തില് നെയ്യ് ഒഴിച്ചിട്ട്. അപ്പൊ എന്റെ ഫുഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം അതിൽ നെയ്യ് ഒഴിച്ചിട്ട് അത് കഴിക്കുക, അല്ലെങ്കിൽ എഗ്ഗും നേന്ത്രപ്പഴവും മസ്റ്റാക്കി ഈവനിങ്, അതായത് കോളേജൊക്കെ വിട്ടു വന്നിട്ടുള്ള നേരം ഞാൻ കഴിക്കുന്നത് അതാണ്. രാത്രി വീണ്ടും ചോറ്. അപ്പൊ ഞാൻ 3 നേരമായിട്ടോ ചോറ്. എനിക്ക് ചായ എന്നുള്ള സാധനമില്ല. വൈകുന്നേരം കുടിക്കും ചായ. ഈ എഗ്ഗിന്റെയും നേന്ത്രപ്പഴത്തിന്റെയും ഒക്കെ കൂടെ ചായ കുടിക്കും. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്തപ്പോ എനിക്ക് കുറച്ച് പണ്ടത്തേക്കാളും ഒരു ആരോഗ്യം നിൽക്കാന്ന് പറയില്ല. അപ്പോഴും ബോഡിയെ വലിയ ചേഞ്ച് ഒന്നുമില്ല, എന്നാലും കുറച്ച് ഒരു നമുക്ക് തന്നെ തോന്നുമല്ലോ സെൽഫായിട്ടൊരു എന്താ പറയാ ഒരു ആരോഗ്യം വന്നു. ആ ഒരു അവസ്ഥയിലെത്തി കേട്ടോ. അപ്പൊ ഞാൻ വെയിറ്റ് നോക്കുമ്പോ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ രായി എന്നാണോ പറയാ, ഓരോ ഭാഗത്തേക്ക് അതിന് ഓരോന്നാ പറയാ, രായി. ഈ കുഞ്ഞു കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്നൊക്കെ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു സാധനമല്ലേ, എന്താണ് പറയാ, ഞങ്ങളിവിടേക്ക് രായി എന്നാ പറയാ. അപ്പൊ അത് അമ്മ വൈകുന്നേരം ഉണ്ടാക്കി തരും. അപ്പൊ ഈ ചായക്ക് പകരം ഞാൻ ഈവനിങ് ഈ രായി കുടിക്കും. പ്ലസ് രായിൽ പല രീതിയിൽ നമുക്ക് കഴിക്കും. ചിലർ തേങ്ങയൊക്കെ അല്ലെങ്കിൽ ചെറുപയറൊക്കെ ഇട്ടിട്ട് രായി ഉണ്ടാക്കുന്നവരുണ്ട്. രായി പുട്ടൊക്കെ ഉണ്ടാക്കും. നമ്മൾ രായി വെള്ളം പോലെ അത് കുടിക്കും 1 ഗ്ലാസ്. നേന്ത്രപ്പഴം, മുട്ട. ഇതായിരുന്നു അന്നത്തെ എന്റെ ഈവനിങ് ഫുഡ്. രാത്രി പിന്നെയും ചോറ് കേട്ടോ. അപ്പൊ എന്റെ ഫുഡിന്റെ മെനു ഞാൻ ഇവിടെ കൊടുക്കാം. ഇതൊക്കെയായിരുന്നു ഫുഡ്, ഞാൻ കഴിച്ചിരുന്ന ഫുഡ്. ഇത്രയും ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിച്ച് ഞാൻ തടിക്കുന്നുണ്ടോ, ഞാൻ മെലിയുന്നുണ്ടോ, ഞാൻ വെയിറ്റ് ഒന്നും നോക്കാൻ പോയിട്ടില്ല. കാരണം എനിക്ക് പോയാൽ സങ്കടമാവും. പക്ഷെ ഇങ്ങനെ കാണുന്നവർ പറയുമല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കോളേജിൽ നിന്ന് പറയും, ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴും വലിയ തടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പിന്നെയും PG ഒക്കെ ജോയിൻ ചെയ്ത സമയത്ത് കുറച്ചൊക്കെ മാറ്റമുണ്ട്. നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ വീണ്ടും ആ കോളേജിൽ വന്ന സമയത്ത് പറഞ്ഞു കുറെയൊക്കെ മാറ്റമുണ്ടെന്ന്. ഫ്രണ്ട്സും പറഞ്ഞു കുറെയൊക്കെ പണ്ട് കാണുന്നതിൽ കുറെയൊക്കെ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഞാനതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. അപ്പോഴും ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നും ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നോൺ വെജ് ഐറ്റം ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചോറ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ചിക്കനോ മീനോ അതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഞാൻ കഴിക്കുന്നേ ഉള്ളൂ. എനിക്കിത് മസ്റ്റ് അല്ല, എപ്പോഴും അതേ അല്ല. അപ്പൊ നിങ്ങൾ തടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിക്കനും മീനൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തോളൂ, നന്നായിരിക്കും. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാഞ്ഞത്. എന്നാൽ ഞാൻ പച്ചക്കറി കഴിക്കുക അതുമില്ല. അതായത് ജസ്റ്റ് ചോറും പിന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ മാറ്റി വെച്ച് കറി മാത്രം ഇപ്പോഴും കഴിക്കുക. ഉപ്പേരി എന്ന് പറഞ്ഞ സാധനം ഞാൻ കഴിക്കുകയില്ല. പപ്പടും ചമ്മന്തി എന്നല്ലേ പറയാം, പക്ഷെ ഞാൻ സമ്മന്തി എന്നാട്ടോ പറയാം, സോറി, സമ്മന്തി. ഇതാണ് എന്റെ ഭക്ഷണം. ഇതാണ് ഞാൻ 3-4 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചോറിന്റെ ഒരു തടിയാന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ മുമ്പ് കഴിച്ചതൊക്കെ പിന്നെയാണ് ശരീരത്തിൽ പിടിക്കുക എന്ന് പറയുന്ന പോലെ പിന്നെ എനിക്കിങ്ങനെ മാറ്റം കണ്ടു തുടങ്ങി. ചില ഡ്രസ്സൊക്കെ ടൈറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ തടിച്ചു എന്ന് മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാലും ഞാനിത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. പിന്നെ കുറച്ചും കൂടി നോൺ വെജ് ഐറ്റംസ് കുറച്ചുകൂടി ഇപ്പൊ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, മീൻസ് ചിക്കൻ ഒക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ മെയിനായിട്ട് എനിക്ക് സ്കിന്നിലൊക്കെ കുറച്ച് മാറ്റം വരാൻ കാരണം വെള്ളമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ 10 രൂപയുടെ കുപ്പിയിലുള്ള വെള്ളമായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. പിന്നീട് ഞാനത് 1 ലിറ്റർ ആക്കി ഒരു ദിവസം. പിന്നെ കുറച്ച് പോകെ 2 ലിറ്റർ വെള്ളം കുടിക്കാൻ തുടങ്ങി. കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ആദ്യമൊക്കെ. പിന്നെ കുറെയൊക്കെ പോകുന്നതോറും 3 ലിറ്റർ വെള്ളത്തോളം ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഏകദേശം 3 ലിറ്ററോളം വെള്ളം കുടിക്കാൻ തുടങ്ങി. രാത്രി കിടക്കുന്നതിന് മുമ്പ് പാലും കുടിക്കും എല്ലാ ദിവസവും. പാല് പിന്നെ ഞാൻ മെലിഞ്ഞിരുന്ന സമയത്തും എന്നും കുടിക്കുന്നതാണ്. എനിക്ക് പാലിലാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ കുടിക്കും. ഇതായിരുന്നു എൻ്റെ ഒരു ഫുഡിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് ഞാൻ പണ്ട് കഴിച്ചതൊക്കെ പിന്നെ ശരീരത്തിൽ വന്നതാണോ എന്നറിയില്ല. ഞാൻ എന്റെ കോളേജ് ടൈം ഒക്കെ കോളേജിൽ കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴല്ല, മീൻസ് ആ സമയത്തൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ തടിച്ച് ഉണ്ടായിരുന്ന സമയത്തേക്കാൾ ഒരുപാട് മാറ്റം എനിക്ക് എന്റെ ബോഡിയിൽ വന്നു തുടങ്ങി. അങ്ങനെ കുറെയൊക്കെ ചേഞ്ചസ് ഫീച്ചേഴ്സിലൊക്കെ വന്നു തുടങ്ങി എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ഇനി ഇങ്ങനെ അങ്ങ് പോവാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴും ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ചോറ് അഡിക്ഷൻ ആയി മാറി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം എനിക്ക് ഇഷ്ടമേ ഇല്ലാത്ത സാധനം പിന്നെ എനിക്ക് ഇഷ്ടമായി. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കിട്ടിയാൽ ഞാൻ എപ്പോഴും കഴിക്കും. അങ്ങനെ ഞാൻ തടിച്ച് ഈ രൂപത്തിലെത്തി. ഭയങ്കരമായിട്ട് തടിച്ച് ഈ രൂപത്തിലെത്തി. ഇത് കണ്ടപ്പോഴാണ്
എന്റെ മാറ്റം ഞാൻ അറിയുന്നത് എന്റെ ഫോട്ടോസിലൂടെയാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലെ, അല്ലാതെ എനിക്ക് നേരിട്ട് എന്നെ കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി വരാനിട്ടാണോ അറിയില്ല. എന്തായാലും ഞാൻ എപ്പോഴും മനസ്സിലാക്കുക ഫോട്ടോസിലൂടെ. അപ്പൊ ഈ ഒരു ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ഞാൻ സാരിയെ കൊടുത്തപ്പോ ഭയങ്കര തടിട്ടോ. അയ്യോ എനിക്ക് സങ്കടമായി. പിന്നെ എനിക്ക് എന്തായി, തടി കുറയ്ക്കണം എന്നാക്കി. ഇപ്പൊ ഞാൻ തടി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ എന്തായാലും സക്സസ്ഫുള്ളി ഞാൻ അറിയില്ലോ വീണ്ടും കുറച്ചിരിക്കുകയാണ്. അതായത് മെലിഞ്ഞ് തടിക്കാൻ വേണ്ടി തടിച്ചപ്പോ എനിക്ക് ഈ തടി വേണ്ടെന്നായി. ഞാൻ പിന്നെ ഇപ്പൊ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തടി കുറച്ച് ഞാൻ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ എനിക്ക് തോന്നിട്ട് സമയത്തുമ്പോ ഞാൻ ഇപ്പൊ എനിക്ക് ഇതിൽ ഓക്കെ ആണ് എന്ന് തോന്നുന്നു. ഇത് കൂടും വേണ്ട കുറയും വേണ്ട എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു. മെയിൻലി ഫുഡാണ് ഞാൻ ശ്രദ്ധിച്ചത്. ശരിക്കും ഞാൻ ഒരിക്കലും ചോറ് അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ചോറ് എന്ന് പറയുന്നത് ഫാറ്റ്, നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കണ്ടന്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ചോറ്. പക്ഷെ എനിക്ക് മാറ്റം ഉണ്ടായത്, ഞാൻ എന്റെ ഒരു ജേണി പറയുകയാണ്, എനിക്ക് മാറ്റം ഉണ്ടായത് ചോറ് കഴിച്ചിട്ടാണ്. നേന്ത്രപ്പഴം ആൻഡ് എഗ് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് നെയ്യ് നേന്ത്രപ്പഴത്തിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തടിക്കാൻ ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ. ഞാൻ നെയ്യും നേന്ത്രപ്പഴവും. പിന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, നിങ്ങൾ മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി നിങ്ങൾ ഫുഡിൽ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ തടിക്കാൻ, അല്ലാത്തവർക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലതല്ലേ, മാക്സിമം ഇൻക്ലൂഡ് ചെയ്തോളൂ. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും. ഇതാണ് എന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എന്നോട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് എനിക്ക് DM ചെയ്യാറുണ്ട്. എങ്ങനെയാണ് മാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ പിന്നെ അങ്ങനെ വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മള് വീട്ടിലുള്ള സാധനം തന്നെ കഴിച്ച് അതൊരു റുട്ടീനാക്കി മാറ്റി അങ്ങനെ തടിച്ചതാണ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ, അതായത് എന്റെ പഴയ ഫോട്ടോയിലും ഇപ്പോഴും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റം, സ്കിന്നിലോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിന് പ്രത്യേകം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഭയങ്കര ലോങ് വീഡിയോ, എനിക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ പോലെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എന്തായാലും ഇതായിരുന്നു എൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഇതായിരുന്നു എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിനിങ് കാര്യത്തിൽ കേട്ടോ, വെയിറ്റ് ഗെയിനിങ് പ്രോസസ്സിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യണ്ട എന്നുള്ളതല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാലോ. നമ്മൾ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇരിക്കുന്നതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആരും പറഞ്ഞത് കേൾക്കണ്ട. നിങ്ങൾ അത് വെച്ച് ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇനി അതെല്ലാം നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് നിങ്ങൾക്ക് മാറ്റം വരണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രം നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ മതി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.